ഈ ഫോട്ടോ നീ ഒന്ന് നോക്കി. രാവിലെ പത്രം മറിച്ചു നോക്കിയപ്പോ എന്റെ കണ്ണിപ്പെട്ടത്. നല്ല മുഖപരിചയം തോന്നി. വായിച്ചു നോക്കിയപ്പോ പേരും അത് തന്നെ, ശേഖരൻ. ഈ വാർത്തയെ സുശീലയുടെ ഇന്ദ്രന്റെ ഒന്നും കണ്ണിപ്പെട്ടില്ലെന്ന് കരുതിയാ ഞാൻ ഈ പത്രം എടുത്തോണ്ട് വന്നത്. അല്ല, അവരെ കാണിച്ച് സംശയം തീർക്കാലോ. അത് ഭാനുവമ്മ ഈ മനുഷ്യൻ ആരാണെന്നാ സംശയിക്കുന്നേ? അത് സുശീലയുടെ നാട് വിട്ടുപോയ ഭർത്താവ്, ഇവരുടെ അച്ഛൻ. പണ്ടു പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് നല്ല ചെറുപ്പമാ, നല്ല ആരോഗ്യവും. പറഞ്ഞിട്ടെന്താ, എപ്പോഴും കുടിയാ. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് വലിയ അത്ഭുതം തന്നെയാ. ഭാനുമേ, ഇത് അയാൾ തന്നെയാണെന്നതിന് വേറെന്തെങ്കിലും തെളിവുണ്ടോ ഭാനുമേ? ഒരാളെ പോലെ 9 പേരുണ്ടാവുന്നൊക്കെയാ പറയുന്നത്. പക്ഷേ പേരൊരുപോലെ വരില്ലല്ലോ സത്യ. ഇതേ ഞാൻ ഉദ്ദേശിച്ച ശേഖരൻ തന്നെയാ. അല്ലെങ്കിൽ സുശീല പറയട്ടെ. നീ അവളെ വിളിക്ക്. അമ്മ ഈ ഫോട്ടോ കണ്ടതാ ഭാനുമേ. ഇതേതോ ഭ്രാന്തരാണെന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞത്. അത് മാത്രല്ല, ഇയാളോട് വന്ന് പഠിച്ചു ഓടിക്കാനും പറഞ്ഞു. ഓ, അങ്ങനെയൊക്കെ ഇവിടെ നടന്നോ? ഈ വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. കാണാതായ മനുഷ്യനെ കാലങ്ങൾക്ക് ശേഷം കണ്ടുകിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാ ഞാൻ വന്നത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. സുശീല ഇത് അവളുടെ ഭർത്താവാണെന്ന് അംഗീകരിച്ചില്ലല്ലോ. ഏതായാലും അവൾ ഈ മനുഷ്യനെ അടിച്ചോടിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഇതേ ആ ശേഖരൻ തന്നെയാ. സത്യ, എന്തായാലും ഇത് അമ്മയോട് ചോദിക്കണം. ചോദിച്ച് ക്ലിയർ ചെയ്തേ പറ്റൂ. സോനെ, ഇങ്ങിതാ. ഭാനുമേ, എന്താ അതാ വരുന്നു. എന്താടാ? ഇയാള് ഞങ്ങളുടെ ആരെങ്കിലും ആണോ? ആണോന്ന്? എന്താടാ പുതിയൊരു ചോദ്യം? അമ്മ ചോദിച്ചതിന് ഉത്തരം പറ. അതെന്റെ ആരും അല്ലെങ്കിൽ നിങ്ങളുടെയും ആരുമല്ല. അത്രയും മനസ്സിലാക്കിയാ മതി. അത് ശരി. അപ്പൊ ഇതാണ് പുതിയ ചോദ്യം വന്ന വഴി. ഇതുമായി ഭാനുമ്മേ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് കൂടി പറയൂ ഭാനുമ്മേ. എന്നെ ആരും പറഞ്ഞു വിട്ടതൊന്നുമല്ല. പത്രത്തിലെ ശേഖരന്റെ ഫോട്ടോ കണ്ടപ്പോ അവൻ തന്നെയാണോന്നുള്ള സംശയം തീർക്കാൻ വന്നതാ. സംശയം ചോദിക്കേണ്ടത് എന്നോട് ചോദിച്ചിട്ടാ, അല്ലാതെ ഇവരോട് ചോദിച്ചിട്ടൊന്നും അല്ല. ആര് ചോദിച്ചാലും സംശയം തീർന്നിട്ടേ മതിയല്ലോ. സുശീലയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. അയാളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ഏതോ ഒരു ഭ്രാന്തൻ. ദേ, ഇനി ഇതും ചോദിച്ചുകൊണ്ട് ഒരുത്തനും ഒരുത്തിയും എന്റെ വീടിന്റെ പടി കയറി വന്നേക്കരുത്, പറഞ്ഞേക്കാം. സുശീലേ, സുശീലേ, ഞങ്ങളുടെയൊക്കെ വായടയ്ക്കാൻ നിനക്ക് പറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും സത്യം സത്യമല്ലാണ്ടാവില്ല. എന്ത് സത്യവാ? ദേ, ഇപ്പൊ കണ്ട ഫോട്ടോയിലുള്ളത് പോലെ ഒരു നാറിയാണ് എന്റെയും എന്റെ മക്കളുടെയും ജീവിതം തൊലച്ചിട്ട് പോയത്. അത് സത്യം തന്നെയാ. പക്ഷേ 12 വർഷം അവന്റെ ഒപ്പം നിന്ന് നരകിയാതിന് അനുഭവിച്ച ഞാൻ പറയുന്നു, ഇവിടൊക്കെ കറങ്ങി നടന്ന ആ ഭ്രാന്തൻ എന്റെ ജീവിതം തൊലിച്ച ശേഖരനല്ല. അയാളെ ചത്തൊടുങ്ങിട്ട് കാലം കുറയായി. പകരം അതുപോലിരിക്കുന്ന വേറെ ഏതൊരു ഭ്രാന്തനെ കൊണ്ടുവന്ന് എന്റെ ഈ കുടുംബത്തിൽ കൊണ്ടുവന്ന് പൊറുപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ദേ, ഈ സുശീല ജീവിച്ചിരിക്കുമ്പോൾ നടക്കാൻ പോകുന്നില്ല. ഓർത്തോ? സുശീലയ്ക്കും മക്കൾക്കും വേണ്ടെങ്കിൽ ശേഖരനെ പിന്നെ ആരാ ഈ വീട്ടിലേക്ക് പിടിച്ചു കയറ്റാൻ നോക്കുന്നത്? അല്ല, ഇന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞിരുന്നെങ്കിലേ അവൻ ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുമായിരുന്നു. ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രേട്ടൻ അറിയാം ഭാനുമേ. ഇന്ദ്രേട്ടനും അമ്മയുടെ അഭിപ്രായം തന്നെയാണെന്നാ തോന്നുന്നത്. അത് മാത്രമല്ല, പത്രത്തിൽ കണ്ട ആളെ പോലീസ് അവരുടെ യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആ വാർത്തയും പത്രത്തിൽ വന്നു. ആണോ? ആ, വാർത്തയൊന്നും ഞാൻ വായിച്ചില്ല. ശേഖരന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ നേരെ ഇങ്ങ് പോരുകയായിരുന്നു. ആ, അത് പോട്ടെ, അല്ലാതിപ്പോ എന്തു പറയാനാ. സോനെ, നീ ഭാനുമയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക. ശരി.